ശരിക്കും എങ്ങനെയാണ് അതിൽ ഇത്രയധികം സ്റ്റൈലുകളോടുള്ള ഒരു എക്സ്പോഷർ? അത് മോളെ ഞാൻ പറഞ്ഞില്ല, ചെറുപ്പം മുതൽ നമ്മൾ ഈ ഫീൽഡിൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, കഥാപ്രസംഗത്തിന് പോലും ഞാൻ പോയിട്ടുണ്ട്. അതുപോലെ ബാലയ്ക്ക്, പിന്നെ നാടകങ്ങൾക്ക്, അമേച്ചർ നാടകങ്ങൾക്ക്, പ്രൊഫഷണൽ നാടകങ്ങൾക്ക്, പിന്നെ ഒന്നും തന്നെയല്ല, ഒരുപാട് നമ്മൾ കണ്ടും കേട്ടും പിന്നെ ഒരുപാട് ഇങ്ങനെ കേൾക്കുന്നത് ഒരുപാട് നല്ലതാണ്. അപ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്ന് എന്ത് ടൈപ്പ് മ്യൂസിക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ സ്റ്റൈൽ മ്യൂസിക് ചെയ്യുമ്പോൾ എനിക്ക് എളുപ്പമാണ്, പക്ഷേ ആരെന്നെ കൊണ്ട് ചെയ്യിക്കുന്നില്ല. കാരണം കുറേ പുതിയ പിള്ളേർ ഞാൻ അതായിട്ട് പറഞ്ഞില്ല, അവർ മോഡേൺ ഇതാണ്. അപ്പം അത് ആൾക്കാരുടെ വിചാരം എനിക്കത് പറ്റില്ല എന്നാണ്. ഞാനത് ആരോടും ഇങ്ങനെ പറയാറുമില്ല, എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയാറില്ല. കാരണം കാണിച്ചു കൊടുക്കാനുള്ളൊരു സന്ദർഭം വന്നിട്ടില്ല, അത്രേ ഉള്ളൂ. പക്ഷെ എനിക്കോട് ശരിക്കും മലയാളത്തിലൊരു മ്യൂസിക്കൽ ഇതിലൊരു ട്രെൻഡ് ആക്ച്വലി മാറ്റിയ ഇതിലൊരു വലിയൊരു കൈ. പിന്നെ അന്ന് ദാസർ, ചിത്ര, ശ്രീകുട്ടൻ, പിന്നെ അങ്ങനെ അവരുടെ ഒരു ഇതായിരുന്നല്ലോ. ആ കാലത്താണ് നിങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നത് അല്ലേ. അപ്പോൾ ആൾക്കാർ ശരിക്കും പുതിയ ആൾക്കാരെ പിന്നെ പരീക്ഷിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ. കാരണം ഈ കാസറ്റ് ആൾക്കാർ എടുക്കില്ല. അവരിപ്പോൾ മറ്റേ ദാസറിനെ അല്ലോ ചിത്ര അവരൊക്കെ തന്നെ പാടിയാൽ മതി എന്ന് പറയും. പക്ഷെ ഞാൻ അപ്പോൾ അവരോടും പറയുന്നത്, കാരണം നമ്മൾ പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ ഒരു ടോൺ നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാവും. ആ ടോണിലുള്ള പാട്ട് ആ ടോണിലുള്ള ആൾ പാടിയാൽ മാത്രമേ അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന തലം കിട്ടുള്ളൂ. അപ്പോൾ ദാസർ പാടി ഉഗ്രനായിട്ട് പാടും, അത് വേറൊരു തലമായിരിക്കും. മനസ്സിലായില്ലേ? ഒരു വെറൈറ്റിക്ക് വേണ്ടി വോയിസുകൾ വെറൈറ്റി ആയിട്ട് വന്നെങ്കിൽ മാത്രമേ ആ പാട്ടിനൊരു വേറിട്ട് നിൽക്കുള്ളൂ. അങ്കിളുടെ ഒരു ഞാനിപ്പോൾ പറഞ്ഞ മാതിരി അങ്കിൾ പല സ്റ്റൈലുകൾ അങ്കിൾ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും അങ്കിളുടെ ഒരു വളരെ സ്ട്രോങ് പോയിൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ സെമി ക്ലാസിക്കൽ. ഒരുപാട് നല്ല പാട്ടുകൾ സെമി ക്ലാസിക്കൽ സ്റ്റൈലിലുള്ള പാട്ടുകൾ അങ്കിൾ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഒക്കെ പറയുകയാണെങ്കിൽ മഴവില്ലിലെ ശിവദം എന്നുള്ള പാട്ട്, അതേപോലെ തന്നെ ജോക്കറിലെ ധ്വനി തരംഗ തരളം, എത്രയോ പാട്ടുകൾ. അപ്പം അങ്കിളിനെ തോന്നുന്നു ഇപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഇപ്പം ഒരു 2000 ആ സമയത്തായപ്പോൾ അങ്കിളിന് നമുക്ക് സിനിമയുടെ ആവശ്യം അനുസരിച്ച് ചിലപ്പോൾ കുറച്ച് ട്രെൻഡി ആയിട്ടുള്ള പാട്ടുകൾ ചെയ്യേണ്ടി വരും. പിന്നെ കുറച്ച് നാളത്തേക്ക് എല്ലാവരും അങ്ങനത്തെ പാട്ടുകൾ ആവശ്യപ്പെടുന്നു എന്നുള്ളൊരു അങ്ങനെ തോന്നിയിട്ടുണ്ടോ അങ്കിളിന്? അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു അങ്കിളുടെ ഏറ്റവും നല്ല പാട്ടുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ സെമി ക്ലാസിക്കൽ സ്റ്റൈലിലുള്ള പാട്ടുകളായിരിക്കും. എനിക്കൊരു അതിൽ എടുത്ത് പറയാവുന്ന പാട്ട് തീർച്ചയായിട്ടും ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ശിവദം എന്നുള്ള പാട്ട്. അപ്പം അത് അങ്കിളിൻ്റെ ഒരു സ്റ്റൈലിൽ അത് കേൾക്കണം എന്നൊരാഗ്രഹം, ശിവദം എന്നുള്ള പാട്ട്. അതിൻ്റെ ഒരു പല്ലവി 4 ലൈൻസ് എങ്കിലും പറഞ്ഞല്ലോ. എനിക്ക് ഈ ട്യൂണുകളും ഓർമ്മ ഉണ്ടാവില്ല, എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ ഞാൻ തപ്പി പിടിച്ചൊപ്പിക്കാം. പ്ലീസ് നോക്കാം. ശിവദം ശിവനാമം ശ്രീപാർവതീശ്വരനാമം, ശിവദം ശിവനാമം ശ്രീപാർവതീശ്വരനാമം, സുഹൃതം തനതനദ പാപഹരം ദന്നനാനിനദാനാദീതിരദാനാദീതിരദേ. ശിവദം ശിവനാമം ശ്രീപാർവതീശ്വരനാമം, ശിവദം ശിവനാമം ശ്രീപാർവതീശ്വരനാമം. ചെറുതൊക്കെ മറന്നുപോയി മോളെ. അയ്യോ, ഞങ്ങൾക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം ശരിക്കും. ഇതിൽ ഈ പാട്ടിൽ ഞങ്ങളൊക്കെ ഇങ്ങനെ സ്തംഭിച്ചു നിന്ന് പോയിട്ടുള്ളൊരു പോർഷന് ചിത്ര ചേച്ചിയുടെ ഒരു ഹമ്മിങ് അതിലുള്ളത്. ചിത്രം മണിക്കൂറുകളും എടുത്ത പാടല്ലോ, അത് ഒരു ഒറ്റ എന്താ ഒരേ ശ്വാസത്തിൽ അങ്ങനെ പാടിച്ചു. ഞാൻ അന്ന് വിട്ടുപോയി. അയ്യോ, അത് ഞങ്ങളൊന്നും പഠിക്കാനൊരു അറ്റംപ്റ്റ് പോലും നടത്താത്ത ചില സംഭവങ്ങളാണ് അതൊക്കെ. അയ്യോ, അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ ഞങ്ങൾക്ക്. ചിത്ര ചേച്ചി അതിങ്ങനെ നേരിട്ട് പാടുമ്പോൾ ഫസ്റ്റ് ആ ടേക്ക് പാടിയപ്പോൾ അങ്കിളിന് എന്താണ് തോന്നിയത് എന്നുള്ള അങ്കിളിന് ഓർമ്മയുണ്ടോ? അതിന് മുന്നൊരു കാര്യങ്ങൾ പറയട്ടെ. പിന്നെ ഈ പാട്ട് മദ്രാസിലായിരുന്നു റെക്കോർഡിങ്. ഡയറക്ടർ പറഞ്ഞു, ദിനേഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, നമുക്ക് അടുത്ത ആഴ്ച ഷൂട്ട് ചെയ്യേണ്ടതാണ്, പാട്ട് ഉടനത്തിന് കിട്ടുന്നത്. അപ്പോൾ ദാസറിനെ നമ്മൾ കുറേ വെയിറ്റ് ചെയ്തു. അപ്പോൾ ദാസർ ഭയങ്കര ബിസിയാണ്. അപ്പം മോനെ നമുക്ക് നാളെ പാടാം. അപ്പോൾ നാളെ ആവും, വീണ്ടും വേറെ അടുത്ത ദിവസം നാളെ വരുമ്പോൾ മറ്റന്നാൾ പാടാമെന്ന് പറയും. അപ്പോൾ ഇവിടെ ഷൂട്ടിംഗ് ടൈമായി തുടങ്ങി. അപ്പോൾ ദിനേഷ് പറഞ്ഞു, പിന്നെ ഇപ്പോൾ ആരെ കൊണ്ട് പാടിക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞു, അങ്ങനെ വെച്ചാൽ നമുക്ക് ശ്രീകുട്ടുണ്ട്, MG ശ്രീകുമാർ, അവനെ കൊണ്ട് പാടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീകുട്ടനെ കൊണ്ട് പാടിച്ചു. റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞ് ശ്രീകുട്ടൻ മനോഹരമായി പാടി.
എന്നിട്ട് ടേക്ക് കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് വരുന്ന സമയത്ത് ദാസാറിൻ്റെ ഫോൺ വരുന്നു. അയ്യോ. നീ ഇപ്പോൾ എവിടെയുള്ളതെന്ന് ചോദിച്ചിട്ട് ഇപ്പം ഞാൻ അങ്ങനെ സ്റ്റുഡിയോയിലാണെന്ന് പറഞ്ഞു. ഞാൻ റെഡിയാണ്, നമുക്ക് 2 മണിക്ക് പാടാമെന്ന് പറഞ്ഞു. എനിക്ക് എന്തെങ്കിലും പറയാം. അയ്യോ. ഞാൻ ആക്കതായി, കാരണം ശ്രീകുട്ടൻ പാവം അസ്സലായി പാടിയിട്ടുണ്ട്. പിന്നെ അതും ഞാൻ വല്ലാത്ത ടെൻഷനായിപ്പോയി. പിന്നെ എന്തായാലും എന്തും വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ദാസാർ പിന്നെ ഞാൻ പിന്നെ ശ്രീകുട്ടൻ പാടി കേൾപ്പിച്ചു. പിന്നെ ഞാൻ തന്നെ ഒന്നുകൂടെ ട്രാക്ക് പാടി അത് ദാസാറിനെ കേൾപ്പിച്ച് പിന്നെ ദാസാർ അതിമനോഹരമായി പാടി. അതിൽ ശ്രീകുട്ടൻ്റെ ഒരു വോയിസ് ഉണ്ടായിരുന്നു, ബീജത്തിൽ എവിടെ ഒരു വോയിസ്, അത് മാത്രം ഞാൻ എന്നിട്ട് അതിന് യൂസ് ചെയ്തു. ഞാൻ പിന്നെ ശ്രീകുട്ടനോട് പറഞ്ഞില്ല, ഇനി ശ്രീകുട്ടന് വിഷമാവുമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ അതിങ്ങനെ പോയി, തേൻ വൻ പോയി. അയ്യോ, ഇങ്ങനെ ഒരു കഥ പാട്ടിന്റെ പിന്നിലുണ്ടെന്ന് അറിയില്ലായിരുന്നു കേട്ടോ ശരിക്കും. അപ്പോൾ ചിത്ര അതിമനോഹരമായി പാടി. ലാസ്റ്റ് ഹൈ ഒക്കെ ഉണ്ടല്ലോ, ആ ഹമ്മിങ് ഇപ്പോഴും അത് കേൾക്കുമ്പോൾ ഇങ്ങനെ കുളിര് പോരും ശരിക്കും. അയ്യോ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അതൊക്കെ ചിത്ര ചേച്ചിയുടെ തൊണ്ടയിലേ വരുള്ളൂ അതൊക്കെ ശരിക്കും. അതേമാതിരി അങ്കിൾ ചെയ്ത ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു സെമി ക്ലാസിക്കലാണ് ജോക്കറിലെ പാട്ട് ധ്വനി തരംഗം. ആ പാട്ടെന്നൊക്കെ പറഞ്ഞാൽ ജോക്കറൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഞാനൊരു 7-8 പഠിക്കുന്ന സമയം. അപ്പം കോമ്പറ്റീഷൻസ് ഉണ്ടാവില്ല ആ സമയത്ത്. അപ്പോൾ സെമി ക്ലാസിക്കൽ പാട്ടെന്ന് പറഞ്ഞാൽ ഉടനെ എല്ലാവരും ധ്വനി തരംഗ തരളം എല്ലാവരും അതായിരിക്കും പാടുക. കാരണം ആ സമയത്ത് വന്നിട്ടുള്ള പാട്ടുകളിൽ ഇറ്റ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സോങ്സ്. ഭയങ്കര രസമുള്ള പാട്ട് അതിൻ്റെ കോമ്പസിഷൻ. അത് വീണ്ടും ദാസേട്ടനും ചിത്ര ചേച്ചിയും തന്നെ പാടിയ പാട്ട്. അപ്പം സാർ അതിൻ്റെ ഒരു 4 ലൈൻസ് ഒന്ന് പാടാമോ പ്ലീസ്? കൂടെ പാടണേ? ഓ തീർച്ചയായിട്ടും. ധ്വനി തരംഗ തരളം പദമൃദുല മധുര ചലനം ധ്വനി തരംഗ തരണം പദമൃദുല മധുര ചലനം മലരേ മപനി സരി മപഗമരേഗ സരി നി സഗമ പഗരി നി സ ഹൃദയം ധ്വനി തരംഗ തരണം പദമൃദുല മധുര ചലനം ധ്വനി തരംഗ തരണം പദമൃദുല മധുര ചലനം. ഇപ്പോഴും പാടാനും കേൾക്കാനും ഭയങ്കര സുഖമുള്ള പാട്ടാണ്.